ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 മുട്ട നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്. ഇപ്പോൾ ബട്ടറും അത്യാവശ്യം നല്ല രീതിയിൽ ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം യോജിപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ മുട്ട ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട്. ഇനി 1 മിനിറ്റ് ഒന്ന് കുക്കാക്കി കഴിയുമ്പോൾ നമ്മൾ പതിയെ ഒരു കയ്യിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്ത് മുട്ട വേവിച്ചെടുക്കാം. കുറേശ്ശെ വെന്ത് കഴിയുമ്പോൾ നമുക്കത് കുറച്ച് വലുപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. കുറച്ച് വലുപ്പമുള്ള പീസുകളായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 മുട്ടയല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പീസുകൾ അധികം തിക്നെസ് ഇല്ലാതിരിക്കുന്നത്. നമ്മളൊരു 4-5 മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് തന്നെ പീസുകൾ നമുക്ക് കിട്ടും. അങ്ങനെ ആക്കുമ്പോൾ ഒന്നുകൂടിയും കാണാനും അതുപോലെ കഴിക്കുമ്പോഴായാലും ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. കാരണം ആ ഒരു കട്ടിക്ക് നമുക്ക് കഴിക്കാൻ കിട്ടും. അങ്ങനെ നമ്മളിത് ആ മുട്ട കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. ചെറുതായി ഒരു സോഫ്റ്റ്നെസ്സിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ മുട്ട ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ സെയിം പാനിലേക്ക് അല്പം കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോ 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 12 വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി ചെറിയതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്ന് തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ചില്ലി ഫ്ലേക്സ് അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ആയാലും ചില്ലി ഫ്ലേക്സ് ആയാലും ഓരോരുത്തർക്കും എന്തോരം എരിവ് വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി എരിവ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചില്ലി ഫ്ലേക്സിൻ്റെയും കുരുമുളക് പൊടിയുടെയും അളവ് കുറച്ചാൽ മതി. ഇപ്പോൾ എരിവൊക്കെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഈ 2 ഐറ്റംസും കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ആ ഒരു റെസിപ്പിക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഈ കോൺഫ്ലവറും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ പാലാണ്. പശുവിൻ പാൽ 1/2 കപ്പ് പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ലോ ഫ്ലെയിമിലിട്ട് പതിയെ ഇളക്കി കൊടുത്ത് ഒന്ന് കട്ടിയാകുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പാലൊക്കെ വറ്റി ചെറുതായി ഒന്ന് തിക്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം വറ്റി കട്ടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ആ ഒരു വെള്ളം പോലെയുള്ള ആ ഒരു ലൂസായിട്ടുള്ള പരിവൊക്കെ മാറി നല്ല കട്ടിക്കുള്ള ക്രീമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര തിക്നെസ് വേണ്ടാന്നുള്ളതാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ
ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ക്രീമി ആയിട്ടുള്ള ഈ ഒരു സോസ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ബട്ടർ ഗാർലിക് എഗ്ഗിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ഇറ്റാലിയൻ സീസണിങ്ങോ അല്ലെങ്കിൽ പിസ്സ ഒറിഗാനോ ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒറിഗാനോ ഇതിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് മോർണിംഗിൽ ഇപ്പോൾ കുറേ പേരൊക്കെ മുട്ട കഴിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു വെറൈറ്റി ഓപ്ഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്